Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനാന മഫിനും ബനാന ബോൾസുമാണ്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ണിയപ്പ ചട്ടിയിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് മുന്നേ ഒരു ബനാന ബ്രെഡ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ഇതിന്. ഇതൊരു ഐഡിയൽ സ്നാക്ക് ആയിരിക്കും കുട്ടികൾക്കൊക്കെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ബനാന മഫിൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യാം. അതിനായിട്ട് 1.5 കപ്പ് മൈദ, അതിൽ 1 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് നന്നായി പഴുത്ത 3 പഴം, നാട്ടിലത്തെ റോബസ്റ്റ പോലത്തെ ഇങ്ങനത്തെ 3 പഴം, ഇതിനെ നന്നായിട്ട് നമുക്ക് മാഷ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ മാഷ് ചെയ്തെടുക്കുക. അത് മാഷ് ആയതിന് ശേഷം നമുക്കതിലേക്ക് 1 മുട്ട, 1/3 കപ്പ് ഓയിൽ, 1 ടീസ്പൂൺ വെനില എക്സ്ട്രാക്ട്, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. നമുക്ക് ഈ പൊടി മാറ്റി വെച്ചത് ഇതിൽ കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇങ്ങനെ ഒരു വിസ്ക് മാത്രം ഉണ്ടായാൽ മതി, ഇല്ലെങ്കിൽ ഒരു പരന്ന ഒരു സ്പൂണായാലും മതി, ഈ സ്പാച്ചുല പോലത്തെ. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സറോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. അതായത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു മഫിൻ ട്രേയിലേക്കാണ് ഞാൻ ആദ്യം മാറ്റുന്നത്. മഫിൻ ട്രേയിൽ ഇതുപോലത്തെ കപ്സ് കിട്ടുന്നുണ്ടെങ്കിൽ സൗകര്യമായി. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കുറച്ച് എണ്ണയും കുറച്ച് മൈദ ഇട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് വരും. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 സ്കൂപ്പേ ഒഴിക്കാൻ പാടുള്ളൂ, കാരണം അത് പിന്നീട് കുറച്ച് പൊന്തി വരും. നമ്മൾ പഞ്ചസാര പൊടിച്ചതല്ല ചേർത്തത് എന്നുണ്ടെങ്കിൽ അത് മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതാവും നല്ലത്. ഇത് 350 ഡിഗ്രി ഫാരനൈറ്റ്സ് അല്ലെങ്കിൽ 175 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് സ്റ്റൗ ടോപ്പിലുള്ളത് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്താലാണ് അത് വൃത്തിക്ക് വരിക. ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മഫിൻ ലൈനർ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചാലും മതി. അപ്പോൾ ഈ മൈദ ഇട്ടതിന് ശേഷം ഇതൊന്ന് അതിൽ ഷെയ്ക്ക് ചെയ്ത് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമുക്കതിൽ മാവ് ഒഴിക്കാം. അങ്ങനെ മൈദയൊക്കെ സ്പ്രെഡാക്കി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാനൊരു 1/4 ഭാഗം തന്നെയാണ് മാവ് ഒഴിക്കുന്നത്, നമ്മൾ നേരത്തെ മഫിൻ ട്രേയിൽ ഒഴിച്ച അതുപോലെ തന്നെ. അപ്പോൾ ഈ മൈദ ആക്കി കഴിയുമ്പോൾ അതിനൊരു നോൺ സ്റ്റിക്ക് എഫക്റ്റാണ്. പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം വെച്ച് അതിനകത്ത് ഒരു സ്റ്റാൻഡും വെച്ചിട്ട് ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല ചൂടാക്കുക. അതിന് ശേഷം അടച്ചു വെച്ചൊരു 30 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ സ്റ്റൗ ടോപ്പിലത്തെ മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ആ 30 മിനിറ്റ്സ് കുക്ക് ചെയ്തത്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ മറ്റോ വെച്ച് കുത്തി നോക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഫിൻസ് റെഡിയായി എന്നർത്ഥം. അപ്പോൾ ഞാനിത് ഇനി ഈ പാത്രം ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്ത മഫിൻസും നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലുള്ള സ്റ്റൗ ടോപ്പ് മഫിൻസും രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പ ചട്ടിയിലുള്ളതിന് ശരിക്കും ഒരു ബൈറ്റ് സൈസാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്കിനോ ഒക്കെ ഒരു ഐഡിയൽ സാധനമായിരിക്കും ഇത്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.